ഇന്നൊരു സംസാരത്തിന് അല്ലേ വലിയ പ്രാധാന്യമില്ലാത്തൊരു സമയമാണ്. കാരണം നമ്മൾക്കറിയാം ആനുവൽ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ സെലിബ്രേഷൻ മൂഡിലാണല്ലേ. ജീവിതത്തിൽ ഓരോ നിമിഷവും സന്തോഷിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും പഠിച്ചുകൊണ്ടിരിക്കുന്നതും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യം. ആ സങ്കടം ചിലപ്പോൾ എൻ്റെ മുഖത്ത് കാണൂല, കാരണം ചില എൻ്റെ ഒരു സ്ഥായി സ്വഭാവമാണ് എന്ത് ഈ ചിരിച്ചും കൊണ്ടുള്ള ഒരു മുഖം എന്നുള്ളതാണ്. എൻ്റെ സുഹൃത്തുക്കളെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനൊരു സ്ഥായി സ്വഭാവമാണ്. ഓക്കെ, അപ്പം ഞാൻ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ ഒന്ന് താഴേക്ക് വരാൻ പറ്റുമോ? ഒരാൾ ആരാണ്? ഇയാൾക്ക് നല്ലൊരു കയ്യടി കൊടുത്തേ. പേരെന്താണ്? ഐഷ ഐഷ റുമാൻ. ഐഷ റുമാൻ ഏത് ക്ലാസ്? സെക്കൻഡ് ബി ആണ്. ഒരു കയ്യടിയൊക്കെ ആവാട്ടോ. ഇയാൾ ഒരു ബലൂൺ കാണുന്നില്ലേ? നിങ്ങളെല്ലാവരും കാണുന്നുണ്ടോ? മക്കൾസ്, നിങ്ങളുടെ പ്രോഗ്രാമാണിത്. ഇതിൻ്റെ ഇടയിൽ വന്ന് എന്തിനാ ബലൂൺ വെറുപ്പിച്ച് കളിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലേ? എന്തോ ഒരു കാര്യം വരാനുണ്ടല്ലേ. ഞാൻ ആൾക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണേ. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യം കൂടിയാണ് കേട്ടോ. ലാസ്റ്റ് ഒരു ചോദ്യത്തിൻ്റെ മുൾമുനയെ നിർത്തി പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ തട്ടിയില്ലേ, ഇതേപോലെ മോളിത് താഴെ വീഴാണ്ട് തട്ടണം. പറ്റുമോ? പരമാവധി. ഓക്കെ, ഓക്കെ. അപ്പം ഞാനത് നിങ്ങളെല്ലാവരും ഇത് ഇങ്ങനെ മാറി മാറി തട്ടണം, താഴെ വീഴരുത് കേട്ടോ. ഓക്കെ, തട്ടിക്കോ. അവർക്ക് എത്തുന്നില്ല, ഞങ്ങൾ ഹൈറ്റ് ഉണ്ടായിട്ടാണ് സംഭവം. ഓക്കെ, നമ്മളെ ബലൂണ് നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോവാണ്. അപ്പോൾ നിങ്ങൾ തട്ടി കളിച്ചോ. ഓക്കെ, അപ്പോൾ ഈ ബലൂണിനെ ഞാനൊരു കാര്യത്തിലേക്ക് ഉപമിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും നിങ്ങളെ ഇങ്ങനെ ബലൂണിൻ്റെ രൂപത്തിലേക്ക് നിങ്ങളൊന്ന് മനസ്സിലേക്ക് വരുത്തുക അല്ലേ. ഈ ബലൂൺ നമ്മളെ മുന്നിലേക്ക് വന്നപ്പോൾ ഇവിടെ പല ആളുകളും ഒരു കാറ്റിൻ്റെ ദശ അങ്ങോട്ടായതുകൊണ്ട് എന്തായി, ആ സംഭവം കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വന്നാൽ, പ്രശ്നങ്ങളൊക്കെ വന്നാൽ എന്ത് ചെയ്യും, അത് പെട്ടെന്ന് ഒരു സൈഡിലേക്ക് കണ്ടു പോകും അല്ലേ. ചില ബലൂണ് എന്താ ചെയ്യുക, ഇപ്പൊ കാറ്റില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഇവരിവിടുന്ന് തട്ടി കളിക്കുണ്ടാവൂലേ, കാറ്റുണ്ടായതുകൊണ്ടല്ലേ ഇത് അങ്ങോട്ട് പോയത്. അപ്പൊ ചില കാര്യങ്ങൾ, ചില പ്രശ്നങ്ങൾ വേഗം അങ്ങോട്ട് പോകും അല്ലേ. ഈ കാറ്റടിച്ച് അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ പെടുത്തിട്ട് അത് അങ്ങോട്ട് വേഗം പോകും. ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ വെറുതെ ഇങ്ങനെ തട്ടി കളിക്കും. അങ്ങനെ ചെയ്യുന്ന ആളുകളില്ലേ. അപ്പൊ ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, ചില സമയത്ത് ബലൂൺ എന്ത് ചെയ്യും, പൊട്ടിപ്പോകൂലേ. ചില പ്രശ്നങ്ങൾ അങ്ങനെ പൊട്ടി, അല്ലെങ്കിൽ നമ്മളത് ചില സ്ഥലത്ത് എന്ത് ചെയ്യും, അങ്ങോട്ട് സമർപ്പിച്ചിട്ട് അങ്ങോട്ട് ഒഴിവാക്കും. അങ്ങനെയാണോ? ഇനിയിപ്പോ ഞാനിവിടെ ഒരാളാണ് നിൽക്കുന്നത്, ഒരു 2-3 ബലൂൺ അയാളോട് തട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ 2-3 ബലൂൺ അയാൾ എത്ര നേരം അയാൾ ബാലൻസ് ചെയ്ത് നിർത്തും? കുറച്ച് സമയമല്ലേ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു ബലൂണോ 2 ബലൂണോ കയ്യിൽ നിന്ന് പോകൂലേ. ഒന്നിന്റെ മുകളിലേക്കായിരിക്കും ശ്രദ്ധ. പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. 2-3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ചിലതൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് പോവും. ആ രീതിയിൽ തന്നെ നിങ്ങൾ കാണുക. ഇപ്പൊ ഞാനിത് പറയാനുള്ള കാരണം വേറൊന്നുമല്ല, ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് പലർക്കും പലതും ഉണ്ടാവും മനസ്സിലല്ലേ. നാളെ ഞായറാഴ്ചയാണ്, ചിലപ്പോൾ കല്യാണത്തിന് പോകാനുണ്ടാവും, വിരുന്നിന് പോകാനുണ്ടാവും, വേറെ പല കാര്യങ്ങളുണ്ടാവും. അതൊക്കെ അവിടെ നിന്നോട്ടെ. ഈ ഒരു ദിവസം വളരെ അടിപൊളിയായിട്ട് ഈ നിമിഷത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാവരും നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ നല്ല പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവരും എൻജോയ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞു. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. പെർഫെക്റ്റ് സ്കൂളിന്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ അടിച്ചു പൊളിച്ച് നിങ്ങൾ ഈ രാത്രി ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു പോകുമ്പോൾ ഫുൾ സെലിബ്രേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.